പോലീസിൻ്റെ കസ്റ്റഡിയിലായിരുന്നു. ലഹരിവേട്ട വളരെ പുരോഗുമ്പോഴും ലഹരിവേട്ട ഇന്ന് തുടച്ച് മാറ്റാൻ വേണ്ടി തന്നെയുള്ള കർശന നടപടിയാണ് നമുക്ക് കാണുന്നത്. നമ്മളിപ്പോൾ ഇപ്പോൾ തന്നെ സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനവും എല്ലാ ലഹരി വേട്ടക്കാരെയും തുടച്ചു മാറ്റാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഇവിടെ പോലീസ് സ്ക്വാഡ് എത്തി അതിൻ്റെ ഉത്തരവാദിത്തമായിട്ടുള്ളവരെ വന്നിട്ടുണ്ട്. അതിൻ്റെ സംഭവങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അത് കൈയോട് പിടിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കിപ്പോൾ കത്രിക കട്ട് ചെയ്യുന്ന സംഭവങ്ങളെല്ലാം ഉണ്ട്. പുള്ളിക്കാരനെ ഇതിന് മുമ്പും അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. കഞ്ചാവ് പിടിച്ച് അങ്ങനെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ മൊബൈൽ പിക്ചറിൽ ഉള്ള പുള്ളിക്കിനെ അറിയാം തീർച്ചയായിട്ടും. കൂണിക്കിടപ്പുണ്ട്. അതേ കക്ഷി തന്നെയാണ് ഇതാ നിൽക്കുന്നത്. മുഖം കാണിക്കട്ടെ, മുഖം കാണും. കൈമാറ്റ് ആണ്ട ഈ കക്ഷി ഇങ്ങനെയുള്ള ചാനലിലെ ചെറുപ്പക്കാർ മറ്റുള്ള കുട്ടികളുടെയും കഞ്ചാവ് വേട്ട നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. എന്നുവെച്ചാൽ ഇന്ന് ഇവിടെ വിദ്യാർത്ഥികൾക്ക് പോലും പഠിക്കാൻ പോയ സ്കൂളിലെ കുട്ടികൾക്ക് പഠിക്കാൻ ഇറങ്ങാൻ പോകുന്ന അവസ്ഥയിൽ നമ്മളെ കേരളം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ദുരന്തങ്ങളാണ് നമ്മളിപ്പോൾ ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പോലീസിന്റെ നടപടികളുണ്ട്. അമ്മ ആഹാരം വേണേ മേടിച്ചു. മക്കളെ അമ്മയോട് ഇരിക്കും. ഇത് വലിയ കാര്യമുള്ള കാര്യം. ഒന്നുമില്ല സ്കോഡാ. ഈ കത്രിയം കൊണ്ട് നടന്നത് ജേക്കബ് ഫീസ്. ഓക്കെ. ഇതിനെ നേരത്തെ അറിയാമായിരുന്നോ? നേരത്തെ പിടിച്ചിട്ടുള്ള പ്രതിയത വീണ്ടും സ്ക്വാഡ് പിടിച്ചിരിക്കുകയാണ്. സ്ക്വാഡ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. 2 വീലറിലാണ് വന്നത്. ഇദ്ദേഹം 2 വീലറിലാണ് സാറേ സഞ്ചരിച്ചത്? നടന്നു വന്നത്. പ്രിയപ്പെട്ടവരെ, ലഹരി വേട്ട നമ്മളെ കേരളത്തിൽ പെരുകുമ്പോൾ നമ്മളെ കേരളത്തിൻ്റെ എല്ലാ കോണിലും എല്ലാ ജില്ലകളിലും കർശന നടപടി എടുത്തിരിക്കുകയാണ്. നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്കറിയാം ഒരുപാട് ലഹരി വേട്ടക്കാരെ അറസ്റ്റ് ചെയ്യുക, പിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ മാസം തന്നെ 2025 തുടക്കം വന്നപ്പോൾ ഒരുപാട് ലഹരി വേട്ടക്കാരെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരള പോലീസിൻ്റെ പോലീസ് തന്നെയാണ് പിടിച്ചിട്ടുള്ളത്. നമുക്ക് ഗ്രീൻ